യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് സുബിൻ ബി രാജു. ദൈവകുമാരനും പരിശുദ്ധേമാതാവിനും 1000 നന്ദി സമർപ്പിക്കുന്നു. ഞാൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. അഞ്ചൽ സെൻറ്റ് മേരീസ് പള്ളിയാണ് എൻ്റെ ഇടവക. എനിക്ക് 2 സാക്ഷ്യമാണ് ഇവിടെ പറയാനുള്ളത്. ഒന്നാമതായി, എനിക്ക് കൃപയുള്ളൊരു ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. രണ്ടാമതായി, എനിക്ക് ദൈവകൃപയിൽ വളരുവാനും വചനങ്ങൾ കൂടുതൽ പഠിക്കുവാനുമായി ഞാൻ കൂടുതൽ ആഗ്രഹിച്ചു. ഈ 2 ഉടമ്പടിക്കായി ഞാൻ ഇവിടെ ഉടമ്പടി വയ്ക്കുകയും ദൈവമാതാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ഉടമ്പടി എടുത്തത് 7/3/2023 എന്നാൽ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കും തോറും എനിക്ക് തടസ്സങ്ങൾ കൂടി വരികയാണ് ചെയ്തത്. എന്നാൽ ഞാൻ ദൈവവചനത്തിൽ കൂടുതൽ ആഴമായി പഠിക്കുവാൻ തുടങ്ങി. ദൈവവചനം കൂടുതലായി പഠിക്കുവാനുള്ള കൃപയാണ് എനിക്ക് കൂടുതലായി ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ലോക കാര്യങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ അതെനിക്ക് കിട്ടാതെ വരികയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ വളരെയേറെ നിരാശയും വേദനയും ഒക്കെ ഉണ്ടായെങ്കിലും ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അവയോ അതോടൊപ്പം നിനക്കെല്ലാം ലഭിക്കുമെന്ന് മത്തായി 6:33 വചനം മനസ്സിൽ കൂടെ ശക്തിയായി എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും. ഇസ്രയേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. യെശയ്യാ 52:12 വചനത്തിലൂടെ ദൈവം എന്നെ ശക്തിപ്പെടുത്തി. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കടുകന്മാരെ പോലെ ചിറടിച്ചു വരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ 40:31 വചനം എന്നെ ശക്തീകരിച്ചുകൊണ്ടിരുന്നു. ഞാൻ വളരെയേറെ വചനത്തിൽ മുന്നോട്ട് കൊണ്ടിരുന്നപ്പോൾ ലോഗോസ് ക്വിസ് പരീക്ഷ വരികയും ഞാൻ അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തു. 6 മാസത്തോളം ഞാൻ മുഴുവൻ വചനങ്ങളും ഏകദേശം എനിക്ക് പഠിക്കുവാൻ സാധിച്ചു. അങ്ങനെ എനിക്ക് ലോഗോസ് ക്വിസ് പരീക്ഷയിൽ അതിരൂപതാ തലത്തിൽ 1-ാം സ്ഥാനം ലഭിക്കുവാൻ ദൈവം എനിക്ക് ഇടയാക്കി. അതിനിടയ്ക്ക് എനിക്ക് 1-2 ഇൻ്റർവ്യൂവും മറ്റും വന്നെങ്കിലും അതെല്ലാം ഞാൻ ഈ വചനം പഠിക്കുവാൻ വേണ്ടി അതെല്ലാം മാറ്റിവെച്ചു. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് നീ നിൻ്റെ ജീവിതം കളഞ്ഞിട്ട് ഇതിനു വേണ്ടി സമയം മാറ്റിവെക്കുന്നത്? എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ദൈവത്തിനൊന്നും അസാധ്യമല്ല, ലൂക്കാ 1:37 വചനം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ ഞാൻ ലോഗോസ് ക്വിസിന് പരീക്ഷയിൽ 1-ാം സ്ഥാനം കിട്ടി. അതിനുശേഷം ഒരു ബ്രോക്കർ പെട്ടെന്ന് എൻ്റെ അടുത്ത് വരികയായിരുന്നു. അദ്ദേഹം എന്നോട് ഫോണിൽ വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു കുട്ടിയെ ഉണ്ട്, അതിൻ്റെ ആലോചനയുമായി മുന്നോട്ട് പോകട്ടെ എന്ന്. ഞാൻ എന്നാൽ അതിന് ആദ്യം തടസ്സമാണ് നിന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ വേണ്ട, കുറച്ച് 2 ആഴ്ച കഴിയട്ടെ. ഞാൻ അത് തടസ്സപ്പെടുത്തുവാനാണ് ശ്രമിച്ചത്. എന്നാൽ ഞാൻ തടസ്സപ്പെടുന്ന തോറും അത് എന്നിലേക്ക് അടുത്ത് വരികയാണ് ചെയ്തത്. എൻ്റെ പ്രിയ വൈഫിൻ്റെ പേര് അനു എന്നാണ്. അനുവിൻ്റെ പപ്പയും ഒരു അപ്പച്ചനും കൂടി വരികയും എന്നെ കാണുകയും ചെയ്തു. 3-4 പേരെ അവർ എന്നോടൊപ്പം തന്നെ കാണുകയുണ്ടായി. എന്നെക്കാളും നല്ല ആരോഗ്യവും ശക്തിയും ഒക്കെ ഉള്ള ചെറുക്കന്മാരൊക്കെ ആയിരുന്നു അവർ. എന്നാൽ അവരെയൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നെയാണ് അവർക്ക് കൂടുതലായി ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയാൽ എനിക്ക് അനുവിനെ ജനുവരി 9-ാം തീയതി ദൈവം തരികയും ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ വന്ന് അമ്മയും മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തുവാൻ വീണ്ടും ഉടമ്പടി പുതുക്കുവാനുള്ള അവസരം ദൈവം നൽകി. നീ പേടിക്കേണ്ട, അനാദി മുതൽ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ്. നീ അവളെ രക്ഷിക്കുകയും അവൾ നിന്നോട് കൂടി വരികയും ചെയ്യും. നിനക്ക് അവൾ സന്ധിൽ ഉണ്ടാകും വിചാരിക്കും. തോബിത്ത് 6:17 ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്നേ ദിവസം ഞങ്ങൾക്കിവിടെ ആയിരിക്കുവാൻ സാധിക്കുന്നു. എന്നെപ്പോലെ പല മക്കളും ഇപ്പോൾ വിവാഹം നടക്കാത്തവരായി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പലവിധ കഷ്ടങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടതായി വരുന്നുണ്ടെന്നും എനിക്കറിയാം. ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത ഒരാളെയും മാതാവ് ഉപേക്ഷികളെയല്ല. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുക. തീർച്ചയായും എൻ്റെ സമയമാകുമ്പോൾ ദൈവം നിങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ തരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി നൽകുവാനും സത്കൃത്യങ്ങൾ ധാരാളം ചെയ്യുവാൻ അനുഗ്രഹം നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം. ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടില്ല. റോമ 9:6 പറഞ്ഞിരിക്കുന്ന പോലെ ആ വചനത്തെ മുറുകെ പിടിച്ചാൽ നമുക്കൊരിക്കലും ഒരിടത്തും തലകുനിക്കേണ്ടതായി വരികയില്ല. ഞാൻ എന്നും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് കാണുന്ന ഒരാളാണ്. അതിൻ്റെ അനുഗ്രഹം വളരെ വലുതാണെന്ന് എനിക്കിവിടെ ഉറച്ച വിശ്വാസത്തോടെ പറയാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും അച്ഛൻ നൽകുന്ന വലിയ അനുഗ്രഹത്തെ പ്രതിയും അച്ഛനോട് പ്രത്യേകമായി നന്ദി സമർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. റോമ 10:13
കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും.